വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 3 എക്സാം ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. അയ്യങ്കാളി ജനിച്ചത് എന്നാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ് അയ്യങ്കാളി ജനിച്ചത് എന്നാണ് 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്തിലെ വൈക്കത്താണ് EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം ഹീറോ എന്നും പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആണ് 2A ആണ് വൈക്കം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, വൈകുണ്ഠസ്വാമി. ഇവരിൽ ആരായിരിക്കും? MG റാനഡെയാണ് അല്ലേ. മഹാദേവ് ഗോവിന്ദ് റാനഡെയാണ് വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? സർദാർ KM പണിക്കരാണ് അല്ലേ. ഫസലലി ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതിൽ അംഗമായ മലയാളി ആരാണ്? സർദാർ KM പണിക്കരാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ A, സർദാർ KM പണിക്കർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തമായ നേതാവിനെ തിരിച്ചറിയുക. എന്താണ് നൽകിയിരിക്കുന്നത്? 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലാണ് ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആരാണ് പറയുന്ന ആൾ? ആരാണ്? AK ഗോപാലനാണ്. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INSൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? C ശങ്കരൻ നായർ അല്ലേ. ചേറ്റൂർ ശങ്കരൻ നായർ അല്ലേ. INSൽ പങ്കെടുത്ത ഏക മലയാളിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. ഏത് INS സമ്മേളനത്തിലായിരുന്നു? 1896 സമ്മേളനത്തിലായിരുന്നു. അപ്പോൾ C ശങ്കരൻ നായർ പങ്കെടുത്ത സമ്മേളനം ഏതാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ, മറന്നുപോയി. ആ ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥം എഴുതാരാണ്? ചേറ്റൂർ C ശങ്കരൻ നായർ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ C ശങ്കരൻ നായർ ആണല്ലേ ആകെ കൂടി പങ്കെടുത്ത മലയാളി എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഫതഹുദ്ദീൻ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ഏതാണ്? കവി ഗാസി മുഹമ്മദ് എഴുതിയില്ലേ. ശരിയാണ്. ഗാസി മുഹമ്മദാണ് ഫതഹുൽ മുബീൻ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് വരുന്നത്? A ആണല്ലേ. 1ഉം 2ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? വടകര. എട്ടിന് ആൻസർ B ആണ്. വടകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന ആരാണ്? C അയ്യപ്പൻ ഗോപാലനാണ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. അപ്പോൾ 9ന് ആൻസർ ഏതാണ്? C അയ്യപ്പൻ ഗോപാലൻ. 10, ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? GP പിള്ള ഏതാണ്? GP പിള്ള മലയാളി മെമ്മോറിയൽ D ആണ്. മലയാളി മെമ്മോറിയൽ. ബാരിസ്റ്റർ GP പിള്ളയാണ്. താഴെ പറയുന്ന ഏത് സംഭവത്തിൽ ബന്ധപ്പെട്ട നേതാവായിരുന്നു? D മലയാളി മെമ്മോറിയലാണ്. ഇനി 11ാമത്തേത്, കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? പരമള്ളി ഗോവിന്ദമേനോൻ. ശരിയാണ് അല്ലേ. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൽ ഉള്ള അംഗമാണ്. അതുപോലെ തന്നെ ഇക്കണ്ട വാര്യറും S നീലകണ്ഠ അയ്യറൊക്കെ കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടുന്നവയാണ്. അപ്പോൾ ഷൺമുഖൻ ചെട്ടി പെടുന്നില്ല കേട്ടോ. ഷൺമുഖൻ ചെട്ടിയാണ് ആൻസർ വരുന്നത്. 11 C ആണ് കേട്ടോ. ഷൺമുഖൻ ചെട്ടിയാണ് ആൻസർ വരുന്നത്. 12, കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു ഏതാണ്? കേരള സംസ്ഥാന രൂപീകരണത്തിൽ തിരുവിതാംകൂറിലെ 4
താലൂക്കുകൾ ഏത് സംസ്ഥാനത്തിന് കൊടുത്തു? മദിരാശി സംസ്ഥാനത്തിന് കൊടുത്തു. അതിലേതൊക്കെയാണ് ഇതിൽ പറയുന്നതിൽ ഏതാണ് കൊടുത്തതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് അഗസ്തീശ്വരമാണ്. 12 ആൻസർ ബി അഗസ്തീശ്വരം. 13 വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം നിശാന്തതയാണ് അല്ലേ? ബി ആണ്. 13 ബി ആണ് വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം. വൈറ്റമിൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. വൈറ്റമിനിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? പ്രമേഹം, അതുപോലെ തന്നെ ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്നിവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് അല്ലേ? പ്രമേഹം എന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ കുറവോ അത് ലഭിക്കാത്ത മൂലം ഉണ്ടാകുന്നില്ല. ഇൻസുലിൻ മതിയായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ എന്താണ്? കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന രൂപം ഉണ്ടാകുന്നതാണ് ഫാറ്റി ലിവർ. പക്ഷാഘാതം എന്ന് വെച്ചാൽ എന്താണ്? പക്ഷാഘാതം എന്ന് പറയുന്നത് എന്താണ്? ന്യൂറോൺസിൻ്റെ അമിതമായ നാശത്തെയാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറയുന്നത് എന്താണ്? ജീവിതശൈലി രോഗമല്ല അല്ലേ? നെക്സ്റ്റ് 15 നിശബ്ദ വസന്തം സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ് കേട്ടോ. 15 ആൻസർ ഡി റേച്ചൽ കേഴ്സൺ ആണ്. അതുപോലെ തന്നെ 16ാമത്തെ ആൻസർ ഏതാണ്? താഴെ പറയുന്നതിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതറിയാലേ? താഴെ പറയുന്നതിൽ വന്യജീവി സങ്കേതം ഏതാണ്? വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഏതാണ്? പെരിയാറാണ് അല്ലേ? പെരിയാറാണ് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. 17 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലേ? വായനെ കുറിച്ച് ദഹനം എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പല്ലിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ദഹനത്തെക്കുറിച്ച് പറയുന്നതിൽ, വായനെ കുറിച്ചിട്ട് പറയുന്നതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓരോ പോർഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമുക്കിതിൽ കാണാം അല്ലേ? കുറച്ച് SCRT ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മൾ എടുത്തതിൽ നിന്ന്. നമ്മുടെ ചാനലിൽ പുതിയ SCRT ക്ലാസ്സുകളും അതുപോലെ തന്നെ പഴയ SCRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമലാണ് അല്ലേ? 17 ബി ആണ് ഇനാമലാണ്. 18 ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പകരുന്നത്? HIV വൈറസ് എന്ന് മുഖേനയാണ് പകരുന്നത്? ഏതിനെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്? അല്ലെങ്കിൽ അതാണ് ചോദിച്ചേക്കുന്നത്. ഏതിനെയാണ് ബാധിക്കുന്നത്? 18 ആൻസർ വരുന്നത് ഏതാണ്? ലിംഫോസൈറ്റ് കേട്ടോ. ലിംഫോസൈറ്റ് ആണ് കേട്ടോ. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പകരുന്നത്? ലിംഫോസൈറ്റ്. 19 മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിലാണ് അല്ലേ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ SCRTയിൽ. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരളിലാണ്. 20 കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏത്? നമ്മൾ കണ്ടുല്ലേ SCRTയിൽ പ്രിയ, പ്രിയങ്ക, പ്രീതി എന്ന് പറയുന്നത് ആരുടെയാണ്? പാവലിൻ്റെയാണ്. പ്രിയ, പ്രിയങ്ക, പ്രീതി എന്ന് പറയുന്നത് പ്രിയങ്ക ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിയങ്കയാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. 20 ഏതാണ്? പാവലിൻ്റെ ഇനം ഏതാണ്? ഡി പ്രിയങ്കയാണ്. 21 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്? 21 സി ആണല്ലേ? 2023 ആണ് മില്ലറ്റ് വർഷം എന്നറിയപ്പെടുന്നതും ചെറുധാന്യ വർഷമെന്നും അറിയപ്പെടുന്നത്. 22 സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 22ാമത്തെ ആൻസർ ഏതാണ് വരുന്നത്? 5 ലക്ഷമാണ് അല്ലേ? 5 ലക്ഷമാണ് പ്രതിവർഷം കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 23 പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം ഉപയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഇതിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൽ പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രവൃത്തി പോസിറ്റീവ് ഏതൊക്കെയാണ് വരുന്നത്? തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? പ്രവൃത്തി പോസിറ്റീവായിട്ട് മാറുന്നതാണ്. അപ്പോൾ 23ാമത്തെ ആൻസർ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു?
സി ആണല്ലേ വരുന്നത്. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി. പോസിറ്റീവായ സന്ദർഭങ്ങൾ: തെങ്ങിൽ നിന്നും തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കോൺകേവ് ദർപ്പണത്തിന് എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം ഏതാണ്? എഫിനും പിക്കും ഇടയിൽ വരാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ വരുന്നത്? എഫിനും പിക്കും ഇടയിൽ വരാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബം എവിടെയായിരിക്കും വരാ? വസ്തുവിനേക്കാളും വലുതും മിഥ്യ നിവർന്നതായിരിക്കും ആൻസർ വരുന്നത്. വസ്തുവിനേക്കാൾ, പ്രതിബിംബം എന്ന് പറയുന്നത് വസ്തുവിനേക്കാൾ വലുതായിരിക്കും, മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുന്നത്? എഫിനും പിക്കും ഇടയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിനിടയിൽ ഒരു വസ്തു വെക്കുകയാണ്. എവിടെയാണ്? എഫിനും പിക്കും ഇടയിൽ വെക്കുകയാണ് എങ്കിൽ അവിടെ ലഭിക്കുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് വസ്തുവിനേക്കാളും വലുതായിരിക്കും, മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും. 25 വരുന്നത് മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ അല്ലേ? 20,000, അതായത് സി ആണ് ആൻസർ വരുന്നത്. 25 സി ആണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 26 ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. 98 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിൽ പ്രകാരം കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത്? നമ്മൾ ഓൾറെഡി ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 26ാമത്തേന് ആൻസർ വരുന്നത് 310 കെൽവിൻ ആണ്. 98 ഡിഗ്രി ഫാരൻഹീറ്റ് തെർമോമീറ്റർ എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിൽ ആകുമ്പോൾ എത്രയാണ്? 310 കെൽവിൻ ആണ്. 27 ചലനവുമായി ബന്ധപ്പെട്ട് ശരിയായ സമവാക്യം. ഇത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ എടുത്തിട്ടുണ്ട്. 27ാമത്തേന് ആൻസർ വരുന്നത് ഏതാണ്? ചലനവുമായി ശരിയായ ഇക്വേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി കറക്റ്റ് SCRT ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 27ാമത്തേന് ആൻസർ ബി ആണ്. U² = V² - 2AS ആണ് കേട്ടോ. V² = U² + 2AS ആണ്. അല്ലെങ്കിൽ U² എന്ത് പറയാം? V² - 2AS ആണ്. അന്ത്യപ്രവേഗം ആദ്യപ്രവേഗം കാണാൻ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 28 ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. 28ാമത്തേന് ആൻസർ ഏതാണ്? ഒരു പെട്രോൾ കാറിൽ എന്താ ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? രാസോർജം ഗതികോർജമാകുന്നു. സി രാസോർജം ഗതികോർജമാകുന്നു. 28ാമത്തിന് ആൻസർ സി രാസോർജം ഗതികോർജമാകുന്നു. 29 സൂര്യഗ്രഹണത്തിന് കാരണമായ ശരിയായ ക്രമീകരണം അറിയാലേ? സൂര്യഗ്രഹണം എന്ന് വെച്ചാൽ എന്താ കോഡ്? EMS ആണല്ലേ. അപ്പോൾ എർത്തിനും സണ്ണിനും ഇടയിൽ എന്ത് വരുന്നു? മാഴ്സ്, ചന്ദ്രൻ വരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് ആൻസർ വരുന്നത്? ഭൂമിക്കും സൂര്യനും ഇടയിൽ എന്ത് വരുന്നു? ചന്ദ്രൻ വരുന്നു. A ആണ്. 29 A ആണ് ആൻസർ വരുന്നത്. 30 ഹൈഡ്രജന് ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? ഹൈഡ്രജനെ കുറിച്ച് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അല്ലേ. ഹൈഡ്രജനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേതാണ് ശരി എന്ന് പറയുന്നത്? ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. അതുപോലെ തന്നെ ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടല്ലേ കാണപ്പെടുന്നത്? H2 ആയിട്ടാണ് കാണപ്പെടുന്നത്. അതാണ് ശരി കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? 30ന് ആൻസർ വരുന്നത് സി ആണ്. തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റ്. 31 തന്നിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക് നമ്പറും ഒരേ മാസ് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകത്തിൻ്റെ ഒരേ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. വ്യത്യസ്ത മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഇതിലേതാണ് ശരി എന്ന് പറയുന്നത്? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് എന്ന് പറയുന്നത് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ. ആറ്റോമിക് സംഖ്യ 8 എന്ന് പറയുന്നത് ഏതാണ്? ആറ്റോമിക് സംഖ്യ 8 ഏതാണ്? ഓക്സിജൻ അല്ലേ. 32ന് ആൻസർ വരുന്നത് ഡി ആണ്, ഓക്സിജൻ ആണ്. 33ന് ആൻസർ ശരിക്കും ഇങ്ങനെ ആൻസർ മാത്രം പറഞ്ഞു പോകണുള്ളൂ കേട്ടോ. 33 എന്ന് പറയുന്നത് ആൻസർ ഏതാണ്? B17 ആണ്. 34ന് ആൻസർ വരുന്നത് 34ന് ആൻസർ വരുന്നത് 36 ആണ്. A 36 ആണ്. 35ന് ആൻസർ വരുന്നത് A 0.666 ആണ്. 36ൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് D 0.9. 37 A ആണ് 312 കിലോമീറ്റർ. 38 B13. 39 സി ആണ് 1344 രൂപ. 40ന് ആൻസർ B 37/16. 41ന് ആൻസർ C 47.
42, 42ൻ്റെ ആൻസർ ഡി 315. 43ൻ്റെ ആൻസർ എ 43 എ. 44 ബി ആണ്. 44 ബി 31. 45 എ 730. 46ന് ആൻസർ എ തന്നെയാണ് 146. 47ന് ആൻസർ ബി ആണ് 23. 48ൻ്റെ ആൻസർ 48 ആൻസർ ഡി 1/6. 49 എത്രയാണ് സി ആണ് കേട്ടോ. 49 സി ആണ് 13. 50 പുസ്തകങ്ങൾ ലൈബ്രറി സിനിമ. അപ്പോൾ എന്തായിരിക്കും? പുസ്തകങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? ലൈബ്രറിയിലാണല്ലേ. അപ്പോൾ സിനിമ എവിടെയാണ് ഇരിക്കുന്നത്? 50ന് ആൻസർ വരുന്നത് തിയേറ്ററിലാണല്ലേ സിനിമ കാണുന്നത്. 51ന് ആൻസർ വരുന്നത് സി ആണ്, അമ്മാവനാണ് വരുന്നത്. 52ന് ആൻസർ വരുന്നത് എ 19 ആണ് കേട്ടോ. 53 ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണല്ലേ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് ആരായിരുന്നു? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ഉണ്ട് അല്ലേ. ഡോക്ടർ DS കോത്താരിയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത്. 54 ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? 54ന് ആൻസർ ഡിസംബർ 10 ആണ് കേട്ടോ. 54 എ ആണ് മനുഷ്യാവകാശ ദിനം അല്ലേ, ലോക മനുഷ്യാവകാശ ദിനം. 55 ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് ആരുടെ അഭിപ്രായമാണിത്? ഇത് നമ്മൾ കഴിഞ്ഞ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? മെറ്റേർണിക് ആണ്. മെറ്റേർണിക് ആണ് പറഞ്ഞത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന്. ബി മെറ്റേർണിക്. 56 കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാരാണ്? കടത്തനാടല്ലേ. കടത്തനാടൻ എന്നറിയപ്പെടുന്ന ആരാണ്? കുറുളി ചേകോൻ ആണ്. നമ്മൾ കണ്ടിട്ടില്ല അല്ലേ ഈ ഓപ്ഷനൊന്നും. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത് കുറുളി ചേകോനാണ്. 57 രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? 57ന് ആൻസർ വരുന്നത് കൊല്ലമാണ്, സി കൊല്ലമാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലത്താണ് കേട്ടോ. 57 രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലത്താണ്. 58 ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയിൽ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 58ൻ്റെ ആൻസർ വരുന്നത് 7:30 PM ആണ് കേട്ടോ. നമുക്കറിയാലോ ഗ്രീനിച്ച് സമയം എത്രയാണ്? 5.5 മണിക്കൂറല്ലേ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഗ്രീനിച്ച് സമയം 2 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? സി 7:30 PM ആണ്. 59 താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ധനനയം, ബജറ്റ്, വരുമാനം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സ് പോയിട്ട് പ്ലേലിസ്റ്റിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാം. ഈ ബജറ്റും പൊതുകടം, പൊതുച്ചെലവ്, പൊതുവരുമാനമൊക്കെ അതിൽ പറയുന്നതാണ് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിലിനി ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുച്ചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നത്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ് വരുന്നത്? ഇവയെല്ലാം ആൻസറാണ് കേട്ടോ. അതായത് ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുച്ചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നെന്താണ്? അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നാണ്. 60ാമത്തെ ആൻസർ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത് ഏത് ഭേദഗതി അനുസരിച്ചിട്ടായിരുന്നു? 1989 61ാം ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്. 61 വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചോളാം. 61 ഇനിയുള്ള എക്സാമുകളിൽ കേട്ടോ, ഇനി പ്രിലിംസ് തന്നെയല്ല എല്ലാ എക്സാമുകളിലും വിഴിഞ്ഞം തുറമുഖം നോക്കി വെച്ച് പോകാം. 61ാമത്തെ ആൻസർ വരുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 62 മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? മണ്ണിനം എന്ന് പറയുന്നത്? ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും ഒക്കെ മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിലാണല്ലേ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. 64 ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റയല്ലേ. 64ാമത്തെ ആൻസർ ഏതാണ് വരുന്നത്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല.
ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ബി ആണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. 66 കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്? ദേശീയ ജലപാത 3 കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലാണ് NW3. കൊല്ലം ടു കോഴിക്കോട് അല്ലെങ്കിൽ കൊല്ലം ടു കോട്ടപ്പുറം എന്ന് പറയുന്നത് ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്? ഉത്തര മഹാസമുദ്രത്താണല്ലേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്. 68 ഡി. അപ്പോൾ 67 ബി ആണ്. 68 ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്, ഓൾറെഡി SCRTയിൽ എടുത്തിട്ടുണ്ട്. വിദൂര സംവേദനം എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. എന്താണ് 68 ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂതല ഛായാഗ്രഹണം അല്ലേ. ഭൂപ്രതലത്തിൽ നിന്ന് ഭൗമോപരിതലത്തിൽ ചിത്രങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ഭൂതല ഛായാഗ്രഹണമാണ്. 68 ഭൂതല ഛായാഗ്രഹണം. 69 ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ദിരാ പോയിന്റ്. 69 ആണ് ഇന്ദിരാ പോയിന്റ്. 70 ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. 70 സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് വരാ? അശാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം എന്നൊക്കെ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പശ്ചിമ അസ്വസ്ഥത അങ്ങനെ സ്വാധീനിക്കാത്ത ഘടകമാണ്. 71 പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലം അതുപോലെ തന്നെ കിഴക്കൻ തീരസമതലമൊക്കെ ഓൾറെഡി SCRTയിൽ ഉണ്ട് കേട്ടോ, ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മെ. അപ്പോൾ 71ാമത്തിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? 71ൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? താരതമ്യേന വീതി കുറവാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിന് താരതമ്യേന വീതി കുറവാണ്. അതുപോലെ തന്നെ റേൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീളുന്നത്. അപ്പോൾ ഏതാണ് വരുന്നത്? 71 സി. 1, 3 ശരിയാണ് കേട്ടോ. താരതമ്യേന വീതി കുറവാണ്. റേൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുകയാണ് പടിഞ്ഞാറൻ തീരസമതലം. 72 ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ അല്ലേ. കാഞ്ചൻജംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. സി. കാഞ്ചൻജംഗ. 73 ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അയ്യങ്കാളിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അയ്യങ്കാളി എന്ന് പറയുന്നത് ഏതാണ് ശരിയല്ലാത്തത് പറയുന്നത്? കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചതും അയ്യങ്കാളിയാണ്. അപ്പോൾ കല്ലുമാല സമരം അതുപോലെ തന്നെ പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റ് വരുന്നത്? ഏതാണ് ബന്ധമില്ലാത്തത്? ഏതാണ് വരുന്നത്? 2 മാത്രമാണ് അല്ലേ തെറ്റ് വരുന്നത്. 73A 2 മാത്രം. 74 തിരൂർ കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്നാണ്? തിരൂർ കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്നാണ്? 1949 ജൂലൈ 1 74 ബി. 1949 ജൂലൈ 1 തിരൂർ കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. 75 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? ചമ്പാരനാണ് കേട്ടോ. സി. ചമ്പാരനിലാണ് നീലം കർഷകരുടെ സമരം നടക്കുന്നത്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. 1917 ചമ്പാരൻ സത്യാഗ്രഹം. സി. ചമ്പാരൻ. 76 ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ 76A ജോനാഥൻ ഡങ്കൻ. ജോനാഥൻ ഡങ്കനാണ് ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ. 77ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 77ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലെ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
നിയമലംഘന പ്രസ്താവന പിൻവലിക്കുമെന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുമെന്നൊക്കെ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ പറയുന്നതാണ്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുന്നൊക്കെ. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? തെറ്റ് വരുന്നത് ഏതാണ്? പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. 2 മാത്രമാണ് തെറ്റ് വരുന്നത്. 77C 2 മാത്രമാണ് തെറ്റ് വരുന്നത്. 78 സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണല്ലേ. ഡി വാഗ്ഭടാനന്ദനാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ഡി വാഗ്ഭടാനന്ദൻ. 79 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? 79 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 79A NS മാധവൻ. 80 സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. സി പശ്ചിമ ബംഗാളിലാണ് സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ നടപ്പിലാക്കിയത്. 81 ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മയല്ലേ. ബി മാർത്താണ്ഡവർമ്മയാണ് വരുന്നത്. 81ൻ്റെ ആൻസർ വരുന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയാണ്. 82 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം പഠിച്ചു വെച്ചോളാണ്. അപ്പോൾ 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാങ്കാങ് അല്ലേ. ഹാങ്കാങ്ങിനാണ്. 82C ആണ്. ഹാങ്കാങ്ങിനാണ് ലഭിച്ചത് കേട്ടോ. നമ്മൾ ഓൾറെഡി ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും നമ്മൾ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. 83 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് സിമ്പിളാണല്ലേ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം മാറ്റിയിൽ ഇതിൽ നിന്ന് പാർട്ട് 12 300A നിയമാവകാശമാക്കി മാറ്റാണ് ചെയ്തത്. ഏത് ഭേദഗതി പ്രകാരമാണ്? എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ. 1978 44 ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും മാറ്റിയത്. 84 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക കടമകൾ എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെയാണ്? സോവിയറ്റ് യൂണിയനിലെ റഷ്യയിൽ നിന്നാണ്. 84A ആണ് മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 85 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ദേശീയ ഗാനം അല്ലേ. ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഗാനം ഹോട്ട് ടോപ്പിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാനം ഗീതമൊക്കെ നന്നായി നോക്കിപ്പോക്കോളാം. പതാക എന്നിവയൊക്കെ നന്നായി നോക്കിക്കോളാം. ഗീതം നമ്മൾ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഗാനമായിരിക്കും ചോദിക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ 85 നോക്കി. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. ശരിയാണോ അത്? ശരിയാണ് അല്ലേ. ദേശീയ ഗാനം ജനഗണമനയാണ് ദേശീയ ഗാനം. ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മൗലിനി ചൗധരിയാണ്. അപ്പോൾ എന്താണ്? INSൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആലപിക്കുന്നത്. ആരാണ്? മാലിനി ചൗധരിയാണ് ആദ്യമായിട്ട് ആലപിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതകളിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശരി പറഞ്ഞത്. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 51 സെക്കൻഡാണ്. INS 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 86 ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. 86A രാഷ്ട്രപതിയാണ്. നമ്മൾ വിവരാവകാശ കമ്മീഷൻ നമ്മൾ കുറച്ച് കമ്മീഷൻസ് 9ാം ക്ലാസ്സിൽ SCERT വരുന്ന കുറച്ച് കമ്മീഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്ന ആരാണ്? ആരാണ് പറഞ്ഞത്? രാഷ്ട്രപതിയാണ് അല്ലേ. 87 താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 87ൻ്റെ ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അത് ശരിയാണ്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതോ വരെയാണോ? ഏതാണോ നേരത്തെ അതായിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ വരുന്നത് 1, 3 ആണ് ആൻസർ. ശരി വരുന്നത് ഏതാണ്? C ആണ് അല്ലേ. 87ന് ആൻസർ വരുന്നത് C ആണ്. 1, 3 മാത്രം.
1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് അല്ലേ. ഇത് കറക്റ്റ് ഓൾറെഡി ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടല്ലേ. 9ാം ക്ലാസ്സിൽ SCERT കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. 88 ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 88ൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ 17ആണല്ലേ. ആദ്യത്തെ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് വകുപ്പ് ആർട്ടിക്കിൾ 17ലാണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വരുന്നത് ഏതാണ്? വകുപ്പ് 21ലാണ്. 21ലാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യം പറയുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരുന്നത് വകുപ്പ് 21A-ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-ലാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 88ന് ആൻസർ A4, B1, C2, D3. A ആണ് ആൻസർ വരുന്നത്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 17, ജീവനെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം 21, വിദ്യാഭ്യാസം 21A, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32 എന്ന് ആര് വിശേഷിപ്പിച്ചു? ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചു. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? B. ഫസൽ അലി ആയിരുന്നു അല്ലേ. സർദാർ KM പണിക്കരായിരുന്നു മലയാളിയായ അംഗം എന്ന് പറയുന്നത്. ആ പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനാണ് B. ഫസൽ അലി കേട്ടോ. B. ഫസൽ അലി. 90 പൊതുസ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? 90ൻ്റെ ആൻസർ മാൻഡമസ് ആണ് കേട്ടോ. B. മാൻഡമസ് ആണ്. പൊതുസ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് എന്ന് പറയുന്നത് മാൻഡമസ് ആണ്. 91 ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ദേശീയ ഗീതം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണല്ലേ. 91 C. ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 92 ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഭാഷകൾ എന്ന് പറയുന്നത് 92ന് ആൻസർ ഏതാണ് വരുന്നത്? C. 22 ഭാഷകളാണ് കേട്ടോ വരുന്നത്. 22 ഭാഷകളാണ് വരുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? 93 കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ് കേട്ടോ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത് കരിമീനാണ്. കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 94ൻ്റെ ആൻസർ വരുന്നത് C ആണ്. 9 ആണ് കേട്ടോ. കേരളത്തിലാകെയുള്ള രാജ്യസഭ 94 C ആണ്. കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? 95 കേരള സംസ്ഥാന വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? K. കൃഷ്ണൻകുട്ടിയാണല്ലേ. മന്ത്രിമാരും P വകുപ്പുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് B. K. കൃഷ്ണൻകുട്ടിയാണ്. 96 കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 ആണല്ലേ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. C ആണ് വരുന്നത്. 96 C. 97 കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലടയാണല്ലേ. 97 D. കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. 98 സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? 98ന് ആൻസർ വരുന്നത് ഏതാണ്? എവിടെയാണ്? പാലക്കാടാണല്ലേ. B. പാലക്കാടിലാണ് വരുന്നത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? B. അബ്ദുറഹ്മാൻ അല്ലേ. B. അബ്ദുറഹ്മാൻ ആണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. B. അബ്ദുറഹ്മാൻ. 100 ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? 100 വരുന്നത്. ചട്ടമ്പി സ്വാമികൾ എവിടെയാണ് ജനിച്ചത്? കണ്ണൻമൂല കൊല്ലൂരിലല്ലേ ജനിച്ചത്. അതെവിടെയാണ്? 100ന് ആൻസർ വരുന്നത് തിരുവനന്തപുരത്താണ് ആര്യ ചട്ടമ്പി സ്വാമി ജനിച്ചത്. ഇത്രയാണ് കേട്ടോ നമ്മളുടെ ആൻസർ വരുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.